ഇപ്പോൾ ഇസ്രയേൽ ഇറാനെ ആക്രമിച്ച സമയത്ത് നമ്മൾ കരുതിയിരുന്നത് ഇസ്രയേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ഭൂമിക്കടിയിലേക്ക് ബോംബുകൾ അയച്ച് തകർക്കും, ബങ്കർ ബസ്റ്റർ ബോംബുകൾ. ഇന്ത്യക്ക് ബങ്കർ ബസ്റ്റർ ബോംബുണ്ടോ? ഇന്ത്യക്ക് ഉണ്ടെന്നാണ് പൊതുവെ ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത്. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ നമ്മൾ കിരാന ഹിൽസിൽ ആക്രമണം നടത്തി. അതെ, കിരാന ഹിൽസിൽ ഭൂമിക്കടിയിൽ പാകിസ്ഥാൻ്റെ ആണവ സ്റ്റോക്ക് പൈൽസ് ഉണ്ടെന്ന് കണ്ടെത്തി. അവിടെയല്ല, ശരിക്കും നൂർഖാൻ എയർബേസിൻ്റെ ഭാഗത്ത്, സർഗോദ എയർബേസിൻ്റെയൊക്കെ ഭാഗത്ത് നമ്മൾ ആക്രമണം നടത്തിയപ്പോൾ, സർഗോദ ജില്ലയിലാണ് ഈ കിരാന ഹിൽസ് ഉള്ളത്, അവിടെ നമ്മൾ ആക്രമണം നടത്തിയപ്പോൾ ഭൂമിക്കടിയിലേക്ക് ബങ്കറുകൾ ഉണ്ടാക്കിയിട്ടാണ് പല രാജ്യങ്ങളും, നമുക്കും ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നമ്മളത് വെളിപ്പെടുത്തിയിട്ടൊന്നുമില്ല. ഭൂമിക്കടിയിൽ ബങ്കറുകൾ, അതിനുള്ളിൽ പരീക്ഷണശാലകൾ, അതിനുള്ളിൽ ആയുധശേഖരം എല്ലായിടത്തും ഉണ്ട്, പലയിടത്തും ഉണ്ട്, നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ട്. എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ പുതുമയല്ല. അങ്ങനെ കിരാന ഹിൽസിൽ ആണ് ഇവരുടെ സ്റ്റോക്ക് പൈൽസ് ഉണ്ടായിരുന്നത്. അവിടേക്ക് ഇന്ത്യ ബ്രഹ്മോസ് പ്രയോഗിച്ചു എന്ന് പരക്കെ പറയപ്പെട്ടതാണ്. പരക്കെ പറയപ്പെട്ടു. ആണവ വികിരണ ചോർച്ചയുണ്ടായി. അവസാനം അമേരിക്കയുടെ ഇത് കണ്ടെത്താനുള്ള വിമാനം അവിടെ പറക്കുന്നതായിട്ട് ഫ്ലൈറ്റ് റഡാർ 24 കണ്ടെത്തി. അതിനുശേഷം ഈജിപ്തിലെ നൈൽ നദിയിൽ നിന്ന് ഉള്ള മണ്ണ് കൊണ്ടുവന്നു, റേഡിയോ വികിരണം തടയാൻ പറ്റുന്ന മണ്ണ് അവിടെ കൊണ്ടുവന്നു. ബേരിയം ആണെന്ന് തോന്നുന്നു, ബേരിയോ മറ്റുള്ള, ഞാൻ മെറ്റലിൻ്റെ പേര് മറന്നുപോയി, മൂലകത്തിൻ്റെ ബേരിയോ മറ്റുള്ള, ബേരിയം സബ്ജക്റ്റ് ടു കറക്ഷൻ ഉള്ള മണ്ണ് അവിടെ കൊണ്ടുവന്നു. തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇത് ഇന്ത്യയും നിഷേധിച്ചു, പാകിസ്ഥാനും നിഷേധിച്ചു. അതങ്ങനെയാണല്ലോ, ചില കാര്യങ്ങൾ ഒരിക്കലും ക്ലാസിഫൈ ചെയ്യത്തില്ല, ഡീക്ലാസിഫൈ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ അറിയത്തുള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സൂക്ഷിച്ചിരുന്നത് ഭൂമിക്കടിയിലാണ്. ഭൂമിക്കടിയിൽ സൂക്ഷിച്ചിരുന്ന ഈ ആയുധങ്ങൾ തകർക്കാൻ വേണ്ടി തകർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭൂമിക്കടിയിലുള്ള ആയുധ ശേഖരം തകർക്കാനുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിരിക്കാം എന്നാണ് അന്ന് സംശയം വന്നത്. അല്ലെങ്കിൽ ബ്രഹ്മോസ് ഉപയോഗിച്ചിരിക്കാം. ഈ രണ്ട് സംശയങ്ങളുണ്ട്. അതിനു മുമ്പ് ലെബനോണിൽ ഹിസ്ബുള്ളയുടെ ആസ്ഥാനം, ഭൂമിക്കടിയിലുണ്ടായിരുന്ന അവരുടെ ബങ്കർ തകർത്തിട്ട് നസറലെ കൊന്നു, അല്ലേ? അതെ, നസറലെ കൊന്നപ്പോഴത്തേക്കും ഇസ്രയേലിൻ്റെ വിമാനങ്ങൾ പോയി ആക്രമണം നടത്തി എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇസ്രയേൽ യുദ്ധമുണ്ടായപ്പോൾ ഫോർദോ എന്ന് പറയുന്ന ഒരു ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ച് മാത്രം തകർക്കാൻ പറ്റുന്ന ഫോർദോ തകർക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞില്ല. അപ്പോൾ പറയുന്നു ഇസ്രയേലിന് ബങ്കർ ബസ്റ്റർ ബോംബുകളില്ല, അത് വഹിക്കാൻ പറ്റുന്ന B2 സ്പിരിറ്റ് പോലെയുള്ള വിമാനങ്ങളില്ല. 13,600 കിലോഗ്രാമാണ് GBU 57A എന്ന് പറഞ്ഞ ഒരു ബോംബിൻ്റെ ഭാരം. അത് വഹിക്കാൻ പറ്റുന്ന, ഭാരം വഹിക്കാൻ ഒരെണ്ണോ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അത്തരം വിമാനങ്ങളില്ല. അതുകൊണ്ട് ഇസ്രയേലിന് തകർക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. അപ്പോൾ പിന്നെ ലെബനോണിലെ ഈ ബങ്കർ തകർത്ത ആരാണ്? നമ്മൾ അന്ന് ഇസ്രയേൽ തകർത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അന്ന് തകർത്തതും അമേരിക്ക ആയിരിക്കണം. അതെ. അപ്പോൾ ഇത് രണ്ടും കൂടെ നോക്കുക. സമാനമായ സാഹചര്യമാണ് കിരാനയിലുണ്ടായെങ്കിൽ എങ്ങനെയാണ് ആ ബങ്കർ നമ്മൾ തകർത്തത്? അതിൻ്റെ ഒരു വിശദീകരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കിരാന ഹിൽസിലുള്ള സ്റ്റോക്ക് പൈൽ സൂക്ഷിച്ചിരിക്കുന്ന ഭൂമിക്കടിയിലെ ബങ്കറിൻ്റെ വെന്റിലേഷൻ ഉണ്ടല്ലോ. വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മുടെ വീടിൻ്റെ വെന്റിലേഷൻ അല്ല, അവിടെ എയർ കണ്ടീഷൻ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളുമുള്ള ടോട്ടൽ വെന്റിലേഷൻ വെക്കുന്ന ഒരു എന്താ ഡക്റ്റ്, എയർ അങ്ങോട്ട്, അവിടെയാണ് വന്ന് നമ്മുടെ മിസൈൽ തകർച്ചത്. അപ്പോൾ എന്ത് പറ്റി? അത് മുഴുവൻ തകർന്നിട്ട് വായു സഞ്ചാരം പോലും ഇല്ലാതായി. അതിനകത്തുള്ള ആളുകളാകെ നശിച്ചുപോയി. അവരെ തിരിച്ചെടുക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അവർ കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് പറയപ്പെട്ടത്. ഇത് ഒഫീഷ്യലി കൺഫേം ചെയ്യാത്തത് കൊണ്ട് ഒരു ഊഹാഭോഗമായിട്ട് നിൽക്കട്ടെ. അതെ. അപ്പോൾ ഇന്ത്യ ബങ്കർ തകർത്തിട്ടുണ്ട്. ബങ്കർ തകർത്തിട്ടുണ്ടെങ്കിൽ പോലും അത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ അമേരിക്കയ്ക്ക് മാത്രമാണ് ഇപ്പോൾ കൈവശമുള്ളതെന്ന് പറയപ്പെടുന്നു. റഷ്യയ്ക്കുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ പരിശോധിച്ചിട്ടില്ല. ചിലപ്പോൾ കാണുമായിരിക്കും. അമേരിക്കയിലുള്ള സാധനങ്ങൾ വാശിക്കൊണ്ടാക്കുന്നവരാണ് റഷ്യയും ചൈനയും ഒക്കെ. ഏതായാലും GBU 57A വഹിക്കാൻ പറ്റുന്ന 13,600 കിലോഗ്രാമുള്ള പേലോടുള്ള ഈ ബോംബ് വഹിക്കാൻ കഴിയുന്ന വിമാനം B2 B2 സ്പിരിറ്റ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ അമേരിക്കയുടെ പക്കൽ പോലും. അമേരിക്ക അത് ഒരു ബോംബല്ല, 2 എണ്ണം വഹിക്കാം, 28,000 കിലോഗ്രാം വരെ ഭാരം വഹിക്കാവുന്ന തരത്തിലേക്ക് ഈ വിമാനങ്ങളെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 2 ബോംബുകളാണ് ഈ B2 സ്പിരിറ്റ് വഹിക്കുന്നത്. പക്ഷേ ഇന്ത്യ ഇങ്ങനൊരു ബോംബ് ഉണ്ടാക്കിയാൽ ഇന്ത്യക്ക് അത്തരം വിമാനങ്ങളില്ല, ഈ ബോംബ് വഹിക്കാൻ കിട്ടുന്നത്. കാരണം അമേരിക്ക ഈ B2 സ്പിരിറ്റ് നമുക്ക് തരത്തുമില്ല.
അവർ നിർമ്മിച്ച തന്നെ ഇതിനു വേണ്ടിയിട്ടാണ്. അവർ ഇതിനു വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് മാത്രമേ ലോകത്തിലെ ഏറ്റവും മികച്ച സ്റ്റെൽത്ത് കപ്പാസിറ്റിയുള്ള ഭാരം വഹിക്കാൻ കഴിയുന്ന ഈ വിമാനം ലോകത്താർക്കും കൊടുത്തിട്ടില്ല. ചിലരാരും പറയുന്നത് കേട്ട് ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ അത് അമേരിക്കയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. അത്രയും വിലപിടിപ്പ്, ലോകത്തിലെ ഏറ്റവും വിലയേറിയ വിമാനമാണ് B2 സ്പിരിറ്റ്. അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്യും? ഇന്ത്യ ഇതിനുള്ള വഴി കണ്ടെത്തിയിട്ടിരിക്കുന്നു എന്നാണ് പ്രതിരോധ ഗവേഷണ ഓർഗനൈസേഷൻ DRDO ഇപ്പോൾ പറയുന്നത്. ഇന്ത്യ ബങ്കർ ബസ്റ്റർ സ്വഭാവത്തിലുള്ള ബോംബുകൾ ഉണ്ടാക്കിക്കഴിഞ്ഞു. അത് ഈ GBU 57A പോലെ 13,600 കിലോഗ്രാം അല്ല അതിൻ്റെ ഭാരം, 7,500 കിലോഗ്രാമാണ്. അപ്പോൾ വിമാനമോ നമ്മുടെയിലുള്ള മിറാഷോ മിഗോ അല്ലെങ്കിൽ റഫേലോ ഉപയോഗിച്ചത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിനിപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് അഗ്നി 5 5000 കിലോമീറ്റർ വരെ റേഞ്ചുള്ള നമ്മുടെ അതിശക്തമായ മിസൈലാണ് അഗ്നി. അഗ്നിയുടെ ഒരു ബങ്കർ ബസ്റ്റർ പതിപ്പ് നമ്മൾ ഉണ്ടാക്കുകയാണ്. അതായത് അഗ്നിയുടെ ഒരു സ്പെഷ്യൽ എഡിഷൻ വരുന്നു, അങ്ങനെ പറയാം. ഈ സ്പെഷ്യൽ എഡിഷൻ നമ്മളുണ്ടാക്കുന്ന ഈ 7,500 കിലോഗ്രാം ശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാൻ തരത്തിൽ അഗ്നി റീഡിസൈൻ ചെയ്തിട്ടുണ്ട്, പുതിയൊരു എഡിഷൻ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ വേറെ കാര്യമുണ്ട്, ഇത്രയും വലിയ ഭാരം പേലോഡായിട്ട് വരുന്നതുകൊണ്ട് ഈ സ്പെഷ്യൽ അഗ്നിക്ക്, അതിപ്പോൾ അഗ്നിക്ക് 5000 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്, അതിൻ്റെ പകുതി റേഞ്ചേ ഉണ്ടാകത്തുള്ളൂ. 2,500 കിലോമീറ്റർ റേഞ്ച് മാത്രമേ അതിന് പോകാൻ കഴിയുള്ളൂ. ആ തരത്തിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. അതിൻ്റെ അഗ്നി സ്പെഷ്യൽ എഡിഷനും തയ്യാറായി എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അതുമാത്രമല്ല, ഈ നമ്മുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് 80 മുതൽ 100 മീറ്റർ വരെ ആഴത്തിലേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ബങ്കർ GBU 57Aയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു അതിനകത്ത് മോട്ടറൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് തുളഞ്ഞു കയറുന്നതെന്ന് വെച്ചാൽ ആകാശത്ത് നിന്ന് 12 കിലോമീറ്റർ ഉയരത്തിൽ പോയിട്ടാണ് ഈ ബോംബ് താഴേക്ക് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രവേഗം കൊണ്ടാണ് പോകുന്നത്. പിന്നെ പ്രസിഷൻ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഗൈഡറാണ്, അതിന് വേണ്ടിയിട്ട് GPS സംവിധാനം ഉണ്ടാവും. നമ്മുടെ ബോംബും അങ്ങനെ തന്നെയാണ് വരുന്നത്. നമ്മളും ഈ തരത്തിൽ ഉയരത്തിലെത്താൻ വേണ്ടി അഗ്നി മിസൈൽ നേരെ മുകളിലേക്ക് പോകും. ഈ പറഞ്ഞ പോലെ 12 കിലോമീറ്ററിൻ്റെ റേഞ്ച് പറഞ്ഞിട്ടില്ല. അമേരിക്കയുടെ വിമാനം 12 കിലോമീറ്റർ ഉയർന്നിട്ടാണ് ഈ ഭാരം കൂടിയ ബോംബ് താഴേക്കിട്ട് അതിൻ്റെ കൈനറ്റിക് എനർജി കൊണ്ടാണ് ഇത് തറഞ്ഞു കയറുന്നത്. അതുപോലെ നമ്മുടെ അഗ്നി മിസൈലും ആകാശത്തേക്ക് ഉയർന്ന് അവിടെ നിന്ന് തിരിഞ്ഞായിരിക്കും ഈ ബോംബ് ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇപ്പോൾ റെഡിയായിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഈ സംഭവം ഇല്ല. ചൈനയ്ക്കുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല, ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മുടെ അറിവിൽ ചൈന അങ്ങനെ ബങ്കർ ബസ്റ്റർ സംവിധാനങ്ങൾ ഉള്ളതായിട്ട് അറിയത്തില്ല. അപ്പോൾ പാകിസ്ഥാനിൻ്റെ നമ്മുടെ ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് 2,500 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ്റെ എല്ലാ നഗരവും നമ്മുടെ ബങ്കർ ബസ്റ്റർ അഗ്നി സ്പെഷ്യൽ എഡിഷൻ്റെ പരിധിയിൽ വരും. അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തൊരു കാര്യമുണ്ടല്ലോ, ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചു. അതെ, ക്ലസ്റ്റർ അമ്യുനേഷൻ എന്ന് പറഞ്ഞാൽ നേരെ മുകളിലേക്ക് ഒരു മിസൈൽ വിടുന്നു. അത് കാനിസ്റ്ററിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഒരുപാട് മിസൈലുകളായിട്ട് വരുന്നു. ഒറ്റ മിസൈൽ ഉപയോഗിച്ചാൽ മതി, പക്ഷേ പല മേഖലകളിലും തൊടുക്കുമ്പോൾ എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 1000 എന്ന് പറയുന്ന ആ സാങ്കേതിക വിദ്യ പക്ഷേ 100ഓളം രാജ്യങ്ങൾ അതിൽ ഒപ്പിട്ടിട്ടില്ല. ഇറാൻ ഒപ്പിട്ടിട്ടില്ല, അമേരിക്ക ഒപ്പിട്ടിട്ടില്ല. ശരിക്കും ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത് ക്ലസ്റ്റർ ബോംബുകൾ. അമേരിക്ക ഒപ്പിട്ടിട്ടില്ല, ഇന്ത്യയും ഒപ്പിട്ടിട്ടില്ല. അപ്പോൾ അമേരിക്കയ്ക്ക് ഉപയോഗിക്കാം, ഇറാൻ ഉപയോഗിക്കാം, ഇസ്രായേലിന് ഉപയോഗിക്കാം, എങ്കിൽ പിന്നെ ഇന്ത്യക്ക് ഉപയോഗിച്ചുകൂടെ? അതുകൊണ്ട് നമ്മൾ അത്തരത്തിൽ ഒരു ബോംബ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ക്ലസ്റ്റർ ബോംബുകൾ നമ്മൾ വിളിക്കുന്നില്ല, നിരോധിക്കപ്പെട്ടതാണല്ലോ. നമ്മുടെ ബോംബിൻ്റെ പേര് എയർ ബസ്റ്റ് എന്നാണ്. എയർ ബസ്റ്ററാണ്, ആകാശത്ത് ബേസ്റ്റ് ചെയ്യുന്ന. അതുപോലെ ആകാശത്ത് എത്തുമ്പോൾ ഇത് അങ്ങ് വിരിഞ്ഞു കഴിഞ്ഞിട്ട് അത് പലതായി പല ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഒരു എയർ ബസ്റ്റിംഗ് സ്വഭാവത്തിലുള്ള ഒരു ബോംബ് നമ്മൾ ഡെവലപ്പ് ചെയ്തു എന്നാണ് DRDOയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ കാലത്ത് ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഈ ലോകത്തിലെ വളരെ മൈറ്റി പവർ എന്ന് പറയുന്ന അമേരിക്കയുടെ കാര്യത്തിലുള്ള ചില കഴിവുകേടും നമ്മൾക്കുണ്ട്. അമേരിക്ക പോയിട്ട് ഫോർദോ തകർക്കാൻ വേണ്ടി GBU 57A ഒക്കെ ഇട്ടു, എന്നിട്ട് തിരിച്ചുപോയി. അപ്പോഴും സംശയമാണ്. ആർക്ക് സംശയം? ലോകത്തിന് മാത്രമല്ല, ഇസ്രായേലിന് പോലും സംശയമാണ്. അതിൻ്റെ പിറ്റേ ദിവസം ഇസ്രായേൽ പോയി അവിടെ വീണ്ടും ബോംബിട്ടു.
അപ്പോൾ അമേരിക്ക ഈ B2 സ്പിരിറ്റ് ബോംബറിലൊക്കെ കൊണ്ടുപോയി കൊട്ടി ഘോഷിച്ച് GBU 57 ഇട്ടിട്ടും ഫോർദോ തകർന്നിട്ടില്ല എന്നുള്ള തോന്നൽ ആർക്ക് വരെ ഉണ്ടായി? ഇസ്രയേലിന് വരെ ഉണ്ടായി. അതുകൊണ്ടാണ് അതിൻ്റെ പിന്നാലെ പോയിട്ട് ഇസ്രയേലും അടിച്ചത്. ഇസ്രയേൽ അടിച്ചിട്ട് മറ്റേ ആ ക്ലോക്ക് തകർത്തല്ലോ, 2040 ഇസ്രയേൽ തകരണം എന്ന് കാണിച്ച് അവർ പലസ്തീൻ സ്ക്വയറിൽ ഇറാനിൽ ഒരു ബോംബ് ഉണ്ടാക്കി, ഡിസ്ട്രക്ഷൻ ക്ലോക്ക് ഉണ്ടാക്കി വെച്ചത്, അതും തകർത്തു. അക്കൂട്ടത്തിൽ ഫോർദോയിൽ പോയി വീണ്ടും. അപ്പോൾ അമേരിക്കയുടെ ഈ ബങ്കർ ബസ്റ്റർ ബോംബിനെ ഇസ്രയേലിന് പോലും വിശ്വാസമില്ല. നോക്കൂ എന്തെല്ലാം വ്യോമ പ്രതിരോധ സന്നാഹങ്ങളാണ് ഇസ്രയേലിലുണ്ടായിരുന്നത്. ഡേവിഡ് സ്ലിങ്, എൻഡോ, ആരോ, അമേരിക്ക കൊണ്ടുവച്ച താട്, പിന്നെ പേട്രിയറ്റ് മിസൈൽ, ഇതൊക്കെ ഉണ്ടായിട്ടും ഇറാൻ്റെ എത്ര മിസൈലുകൾ വന്ന് ഇസ്രയേലിൽ വീണു? പ്രതിരോധിക്കാൻ കഴിയാതെ വന്നു. പക്ഷേ ഇവിടെ അവർ ചെയ്തതുപോലെ തന്നെ വേവ്സ് ഓഫ് മിസൈൽസ് ആൻഡ് ഡ്രോൺസ്, തരംഗം പോലെ മിസൈലുകളും ഡ്രോണുകളും ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് പാകിസ്ഥാൻ വിട്ടിട്ടും ഒരെണ്ണം പോലും നമ്മുടെ ഒരു ഗ്രാമത്തിൽ വീണ ഒരു വൈക്കോൽ തുറവിന് പോലും തീപിടിച്ചില്ല. നമ്മുടെ കുട്ടികൾ, നമ്മുടെ മിടുക്കന്മാരായ സൈന്യം അത് മുഴുവൻ പ്രതിരോധിച്ച് ഇന്റർസെപ്റ്റ് ചെയ്തു, നശിപ്പിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ ആയുധങ്ങൾ ലോക വിപണിയിൽ ഏറ്റവും മികച്ചതെന്ന് തെളിയിക്കപ്പെട്ടു. ചൈനീസ് ആയുധങ്ങൾ HQ-9 പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നമ്മളാകെ 9 തവണയാണ് നമ്മൾ S-400 ചാർജ് ചെയ്തത്. കാരണം S-400 ഓരോ തവണയും ഫയർ ചെയ്യുമ്പോൾ കോടിക്കണക്കിന് രൂപ ആവും. അതുകൊണ്ട് വേണ്ട, നമ്മൾ ആകാശ് ഉൾപ്പെടെയുള്ള നമ്മുടെ തദ്ദേശീയമായി നിർമ്മിച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടാതെ കഴിഞ്ഞ ദിവസം നമ്മളിത് പറഞ്ഞപ്പോൾ ചില ആളുകൾ നമ്മുടെ താഴെ വന്ന് ചിരിച്ചു. നമ്മൾ പറഞ്ഞു നമ്മൾ പട്ടാളക്കാർ സ്നൈപ്പർ ഉപയോഗിച്ച് ഡ്രോണുകളെ വെടിവെച്ചിട്ടു. ഇറ്റ്സ് എ റിയാലിറ്റി. നമ്മൾ വെറുതെ തള്ളിമറിച്ചതല്ല. മിലിറ്ററി ഡിഫൻസ് സൈറ്റുകളിൽ പറയുന്നുണ്ട് ഇന്ത്യ കാണിച്ചത് അത്ഭുതം. ഇന്ത്യ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് യുദ്ധം ചെയ്തു. നമ്മൾ 2 കിലോമീറ്റർ റേഞ്ചിലൊക്കെ വെടിവെക്കാം സ്നൈപ്പർമാർക്ക്. ഷാർപ്പ് ഷൂട്ടർമാരെ ഉപയോഗിച്ചിട്ട് ഡ്രോണുകളെ സ്നൈപ്പർ ഗണ്ണുകൾക്ക് വെടിവെച്ചിട്ടു. ഇറ്റ്സ് എ റിയാലിറ്റി. അത് പറയുമ്പോൾ വിശ്വസിക്കാനാവാത്ത ചില ആളുകളാണ് നമ്മുടെ താഴെ വന്ന് കമൻ്റ് ഇട്ട് തുള്ളിമറിച്ചത്. അപ്പം യുദ്ധത്തിൽ ഇന്ത്യൻ പ്രതിരോധ ശേഷി ലോകത്തിലെ മികച്ചതാണെന്ന് തെളിയിച്ചു. നമ്മളത് പറയണം. എന്നിട്ട് ഇവർ ഇങ്ങനെ ഫേക്ക് ഐഡിയ ഉണ്ടാക്കിയിട്ട് ഇന്ത്യയുടെ വിമാനം വീണു, 5 എണ്ണം വീണു, 6 എണ്ണം വീണു. റാഫേലിൻ്റെ CEO കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി നമ്മൾ വീഡിയോ ചെയ്തു. ഒന്നും വീണിട്ടില്ല. ഞങ്ങളുടെ 25 വർഷത്തിനിടയ്ക്ക് ഞങ്ങളുടെ ഒരു വിമാനം പോലും യുദ്ധമുഖത്ത് എന്ന് പറഞ്ഞു. അല്ലാതെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. യുദ്ധമുഖത്ത് ഞങ്ങളുടെ ഒരു വിമാനവും വീണിട്ടില്ല എന്ന് ഡസാൾട്ടിൻ്റെ ചെയർമാൻ വന്ന് പറഞ്ഞു. ഫ്രഞ്ച് ഭാഷയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ നമ്മുടെ മാധ്യമങ്ങളൊന്നും കൊടുത്തില്ല. അപ്പോൾ പറഞ്ഞ മിസൈൽ ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞു എന്നൊക്കെ. തകർത്ത് കളഞ്ഞെങ്കിൽ നമ്മൾ പലതവണ ചോദിച്ചാണ്, വിമാനം വീണ കൊട്ടയെ വാരിക്കൊണ്ട് ഓടാൻ പറ്റൂലല്ലോ. ഒരെണ്ണത്തിൻ്റെ കഷ്ടം. കാരണം നമ്മുടെ വിമാനങ്ങൾ ഇന്ത്യ നിർത്തി കടന്നിട്ടില്ല. ഇന്ത്യക്ക് അതിർത്തി നിന്നാണ് അറ്റാക്ക് ചെയ്തത്. ഇത് ഇന്ത്യയിൽ എവിടെയെങ്കിലും വീണാൽ ഈ പപ്പു ഗ്യാങ്ങൊക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അതിന് ഫോട്ടോ വരത്തില്ലേ? പാകിസ്ഥാനിലാണെങ്കിൽ അവന്മാർ ആഘോഷിച്ചാണല്ലോ. എന്നിട്ട് എവിടെയോ ഈ മിസൈൽ വിമാനത്തിൻ്റെ ഒരു ഇന്ധന ടാങ്ക് അഡീഷണൽ ഫ്യൂവൽ ടാങ്ക് ഡ്രോപ്പ് ചെയ്തതിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇന്ത്യൻ വിമാനം എന്ന് പറഞ്ഞ് നാരേറ്റീവ് ഉണ്ടാക്കാൻ നോക്കി. ഏതായാലും ഇന്ത്യ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങൾക്കൊപ്പം ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് B2 സ്പിരിറ്റ് ഒന്നും വാങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലടേ. നമ്മളുള്ള പൈസയ്ക്ക് ഉള്ളത് വെച്ചിട്ട് കൊടുക്കും പാടി നല്ല കീച്ചു കൊടുക്കാൻ പറ്റുന്ന സാധനം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ DRDO അതിനുള്ള ഗവേഷണങ്ങൾ നിരന്തരം നടത്തി പുതിയ പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കി നമ്മുടെ സൈന്യത്തിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇന്ത്യൻ ബങ്കർ ബസ്റ്റർ റെഡി, ഇന്ത്യൻ ക്ലസ്റ്റർ ബോംബുകളും റെഡി. അല്ല, ക്ലസ്റ്റർ ബോംബ് എന്ന് പറയാം, അങ്ങനെ പറയാൻ പാടില്ല. എയർ ബസ്റ്റിംഗ് ബോംബ്, എയർ ബസ്റ്റേഴ്സ് അതും റെഡി. മറ്റത് പറഞ്ഞിട്ട് നിയമം ലംഘിച്ചെന്ന് പറയരുത്. അപ്പോൾ നമ്മൾ റെഡിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.